ഹായ് ഹലോ, ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നുള്ള രാവിലത്തെ കാഴ്ചയാണിത്. കുറച്ച് പ്രാവുകളും ഒരു തത്തയും വരും. നമ്മൾ അരി ഇട്ട് കൊടുക്കും. നമ്മൾ അടുത്ത് പോകുമ്പം പറന്നു പോകും കേട്ടോ. നമ്മളായിട്ട് അങ്ങനെ ഇണങ്ങിയിക്കില്ല. എന്നാലും രാവിലെയും ഒരു 3 മണിയാകുമ്പം, വൈകുന്നേരത്തെ 3 മണിയാകുമ്പം വരും. അപ്പോൾ അവരത് കഴിച്ചിട്ട് പോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ലഞ്ച് ബോക്സ്. ലഞ്ച് എന്ന് പറയുക ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു ഫ്രൈ, അതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് എണ്ണ ചൂടാകുമ്പം അതിലോട്ടിട്ട് വാട്ടിയെടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴച്ചിക്ക് അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിക്കുക കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് പരത്തി നമ്മൾ ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലോട്ടിട്ട് 2 സൈഡും ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചും മറച്ചു ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്തു, നല്ല കുമ്പളമൊക്കെ വരും. അങ്ങനെ ഓരോ ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഞാൻ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് നെയ്യ് വേണ്ടാന്ന് പറയും. അപ്പോൾ എന്താണ് വണ്ണം കൂടുന്നൊക്കെ പറഞ്ഞിട്ട് നെയ്യ് വേണ്ടാന്ന് പറയും. പക്ഷേ മക്കൾക്ക് എപ്പം ഞാൻ ചുട്ട് കൊടുക്കുമ്പോൾ അത് ദോശയ്ക്കും മുകളിൽ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കും. അതേപോലെ തന്നെ ചപ്പാത്തിക്കും. കാരണം നമ്മൾ ഡ്രൈ ആയിട്ട് കഴിക്കുന്നതിന് മക്കൾക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ലല്ലോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്താണ് അപ്പുറത്തെ സൈഡിൽ മറ്റേ അടുപ്പിൽ എന്താ വെച്ചത്, ഈ കടുകെണ്ണ കുറച്ച് സമയം ചൂടാവണം. അത് ചൂടായിക്കില്ലേ കടുകെണ്ണയ്ക്ക് ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഞാനത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചപ്പാത്തിയും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ 2 സൈഡിലും നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു. അത് മാറ്റി വെച്ച് നമ്മൾ അടുത്ത ചപ്പാത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെണ്ടയ്ക്ക ഉപ്പേരി എന്ന് പറയും, മെഴുക്കുരുട്ടി എന്ന് പറയാം, വെണ്ടയ്ക്ക ഫ്രൈ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. അത് എന്താണ് ഫ്ലെയിം കുറച്ച് വെച്ച്, എണ്ണയൊന്നും എപ്പോഴും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ചൂടാകാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ കടുകെണ്ണ ആയതുകൊണ്ട് തന്നെ കടുകിടുന്നില്ല. പിന്നെ നല്ല ജീരകമില്ലേ അതിട്ട്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ വെണ്ടയ്ക്കൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് എരിവുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ അത്രയും സാധനങ്ങളാണ് ഇതിൽ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് ഭയങ്കര വഴുവഴുപ്പായിരിക്കും. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വഴുവഴുപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് എന്തായാലും ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കുംബറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്.